അപ്പോൾ നമ്മൾ സമൂസയ്ക്ക് ഉള്ള ഷീറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് മൈദ, ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ ഒക്കെയാണ്. അതിലേക്ക് നമ്മൾ ഉപ്പ്, പഞ്ചസാര, പിന്നെ അളവ് ഒരു ഏകദേശം അളവാണ്. അങ്ങനെ നമ്മളൊരു പൊറോട്ട മാവിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഒന്ന് കുഴച്ചെടുക്കണം. മുട്ട ചേർക്കില്ല കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇങ്ങനെ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. അധികം കട്ടിയൊന്നും ഉണ്ടാവാതെ നമുക്കിതിനെ കുഴച്ചെടുക്കാം. നമ്മൾ ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 10-15 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബോളാക്കണം. പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ ചെറുതരം ബോളാക്കി ഇത് ചെയ്യണം. ഇതുപോലെ ഒരു മീഡിയം ടൈപ്പ് ബോളാക്കി നമ്മളിതിനെ കട്ട് ചെയ്യുക. ഇനി ഇതിനൊന്ന് പരത്തിയെടുക്കാം. ആദ്യം നമ്മൾ ഒരുപാട് വലുപ്പത്തിലൊന്നും പരത്തണ്ട, ഒരു ചെറുതായി ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ പൊടി ഇങ്ങനെ ഒന്ന് തട്ടിക്കളയുക. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നു. അതിൻ്റെ അകത്ത് എണ്ണ വറ്റി കൊടുക്കുക. എല്ലായിടത്തും എണ്ണ ചെല്ലാൻ പാകത്തിന് വറ്റി കൊടുക്കണം. അതിന് ശേഷം അതിലേക്കൊരല്പം മൈദ തൂളി കൊടുക്കുക. വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇങ്ങനെയൊന്ന് പരത്തി കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഏകദേശം എല്ലാം ഒരേ സൈസ് ആവണം, എങ്കിലാണ് നമുക്ക് ഷീറ്റും ഒരേ സൈസിൽ കിട്ടുള്ളൂ. ഇങ്ങനെ നമുക്കൊരു 4-5 ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 5 എണ്ണം വെച്ചിട്ടുണ്ട് മേലേക്ക് മേലെ. ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പൊടിയിട്ട് കൊടുക്കുക. 2 സൈഡും മറിച്ചും തിരിച്ചും ഇതേപോലെ നല്ലതുപോലെ തിന്നാക്കി വേണം നമ്മൾ പരത്താനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു തവ എടുക്കുക. തവ ചൂടായതിനു ശേഷം നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിൽ വെച്ച് നമുക്കത് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഒരു സൈഡ് തന്നെ ഇട്ടുകൊണ്ടിരിക്കരുത്, ഇതിങ്ങനെ തിരിച്ചും മറിച്ചും വേണം വേവിക്കാൻ. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് വേവിച്ചെടുക്കുക. എല്ലായിടവും നല്ല ഏകദേശം നമ്മുടെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കാം. എല്ലായിടവും ഒന്ന് വെളുത്ത് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ അതിനെ എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ ലെയറായിട്ട് തിരിച്ചെടുക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇതിങ്ങനെ വിട്ടുപോരും. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് എടുക്കാനായിട്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ പിടിക്കും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഈ സാധനം ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ ഇടാക്കി. ഇതുപോലെ നമ്മൾ 5 ലെയറായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഓരോ ലെയറും ഇതേപോലെ വിടിയിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 ലെയറും വളരെ ഭംഗിയായിട്ട് പോന്നിട്ടുണ്ട്. നല്ല തിന്നായിട്ട് വേണം ഉണ്ടാക്കാൻ. നമ്മുടെ കൈ ഇത് കണ്ടോ, അപ്പുറത്തേക്കിങ്ങനെ കൈ കാണാൻ പാകത്തിന് വളരെ തിന്നായിട്ട് വേണം ചെയ്യാൻ. ഓവർ വലുപ്പമാകാൻ പാടില്ല, വളരെ തിന്നായിരിക്കണം. ഓക്കെ.